കൊടുക്കാൻ പണമില്ല, നടപ്പാക്കില്ല എന്നറിയാം. ഇത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു കാലത്തെ നാട് ഭരിച്ച കാലത്തെ അവസ്ഥകളെ കുറിച്ചുള്ള ഇതിലെ ചോദ്യങ്ങളും ഒരുപോലെ നമ്മുടെ മെമ്മറിയിൽ എടുത്തു വെക്കേണ്ടതാണ് കേട്ടോ. ആ കാലത്ത് പണമില്ല, 2000 കോടി കൊടുക്കാനില്ല, പണമില്ല, റോഡ് പണിയാൻ നിവൃത്തിയില്ല, കുണ്ടും കുഴിയുമാണ് അവസ്ഥ എന്നൊക്കെ പറയാണ്. ഒരു കാലത്തെ ചുരുക്കം ആ ചോദ്യങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. നിസ്സഹായമായി അതിനെ ഒന്ന് കടന്നു പോകാൻ പ്രതാപൻ പെടുന്ന പാട് നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു കാലമായിരുന്നു എന്നുള്ളതാണ്. ദേശീയപാത എന്നുള്ളത് ഒരു കാലത്തും വികസിക്കാത്ത ആ ഭൂമി ഏറ്റെടുപ്പിനെ കുറിച്ചൊക്കെ പ്രതാപൻ എത്ര സുന്ദരമായിട്ടുള്ള ആകുലതകളാണ് പങ്കുവെച്ചത്. പക്ഷെ 2016 മുതൽ ഈ നാട്ടിൽ വന്നിട്ടുള്ള മാറ്റമുണ്ട്. ഒരാളുടെ കണ്ണീര് പോലും വീഴാതെ കൃത്യമായ രാജ്യത്തെ ഏറ്റവും മികച്ച നഷ്ടപരിഹാരം, സ്ഥലമേറ്റെടുക്കുന്നു, കൃത്യമായ നഷ്ടപരിഹാരം അത് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അത് സമയബന്ധിതമായി തന്നെ അത് കൊടുത്തു തീർക്കുന്നു. അത് എന്തുകൊണ്ട് വന്നു? അതായത് 2011 മുതൽ 16 വരെ ഭരിച്ച UDFന്റെ ഭരണകാലത്ത് ഇതിനൊന്നും പണമില്ല എന്ന് പറയുമ്പോൾ, പണമില്ല, സ്ഥലമേറ്റെടുക്കാൻ കഴിയില്ല, പ്രായോഗിക തലത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ കാര്യം ഒറ്റ വന്ന വർഷം തന്നെ അവിടെയാണ് കിഫ്ബി പോലുള്ള നൂതനമായ സംവിധാനങ്ങളിലൂടെ ബജറ്റിന് പുറത്ത് സംസ്ഥാനത്തിന്റെ വരവിനപ്പുറം നമ്മൾ പണം കണ്ടെത്തി 6000 കോടിക്കടുത്ത് സർക്കാർ കണ്ടെത്തി സ്ഥലം അങ്ങോട്ട് ഏറ്റെടുത്ത് ഏറ്റവും നല്ല നഷ്ടപരിഹാരം കൊടുത്ത് അങ്ങനെ സ്ഥലമെടുത്ത് ദേശീയപാത അതോറിറ്റിയുടെ കയ്യിലോട്ട് കൊടുക്കാൻ, എന്താ ഇന്ന് സ്ഥലം ഇതാ പിടിച്ചോ, നിങ്ങൾ റോഡ് പണിയൂ, 45 മീറ്ററിൽ പണിയൂ എന്ന് കേരളം അങ്ങനെ തല ഉയർത്തി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു മാറ്റം ഈ നാട്ടിലുണ്ട് എന്നുള്ളത് പറഞ്ഞു പോകുന്നതിനേക്കാൾ ആ കാലത്തെ ഈ നേതാക്കൾ തന്നെ പറയുന്നത് നമ്മൾ അറിയേണ്ടത് തന്നെയാണ് പ്രധാനമാവുന്നത്. വെള്ളാന എന്നാണ് കിഫ്ബിയെ VD സതീശൻ പറയുന്നത്. ആ കിഫ്ബി തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ പക്ഷേ അവിടെ കൊണ്ട് നിർത്തുന്നില്ല കേട്ടോ. അതിനുശേഷം ഈ നാട്ടിലൊരു ഭരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഭരണത്തിൻ്റെ തലവൻ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്നുകൂടി ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മുമ്പ് കേട്ടതൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാൻ കഴിയും. കേൾക്കാം. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപ്പാക്കുന്നത്, ശരിയാണ്. പക്ഷേ നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ 5600 കോടിയോളം രൂപയാണ് കൊടുക്കേണ്ടി വന്നത്. ഈ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിനുവേണ്ടി പണം കൊടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ, 5 വർഷക്കാലം പണമില്ല, നടക്കില്ല, സ്ഥലമെടുക്കാൻ കഴിയില്ല, അതിൻ്റെ വല്ലാത്ത നിസ്സഹായത പങ്കുവച്ചൊരു മുൻ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. അക്കാലത്തെ ജനപ്രതിനിധിയായിരുന്ന പ്രതാപനെ മറ്റൊരു ചർച്ചയിൽ നമ്മൾ ഈ ഫ്ലോറിൽ കൊണ്ടുവന്ന് കാട്ടി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത മുഖ്യമന്ത്രി ആയി വന്ന പിണറായി വിജയൻ അതേക്കുറിച്ച് പറയുന്നത് കേട്ടു. നമ്മൾ കാണേണ്ടത് ആ നടക്കാതിരുന്ന ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു, ആ ദൃശ്യങ്ങൾ കൂടി സത്യത്തിൽ കാണേണ്ടതാണ്. മുഖ്യമന്ത്രി പറഞ്ഞിടത്ത് നിന്ന് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ആ ദൃശ്യങ്ങൾ കൂടിയാണ്. ദേശീയപാത നിർമ്മാണം ഇപ്പോൾ എങ്ങനെ നടന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഞാനത് പറയുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരണത്തിന് ശേഷം നമ്മളുടെ FMON ട്രയൽ പരിപാടി ഉണ്ടായിരുന്നു. ധനകാര്യമന്ത്രി വിനിഷ അന്ന് നമ്മളുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ കരുതുന്നതും ആഗ്രഹിക്കുന്നതും നടക്കാൻ പോകുന്നതും 2026 ബജറ്റ് സമ്മേളനത്തിന്, ബജറ്റ് പ്രസംഗം കേൾക്കാൻ ബജറ്റ് സമ്മേളനത്തിന് കേരളത്തിലെ LDF UDF MLA മാർ കാസർഗോഡ് നിന്ന് ഈ പുതിയ റോഡിലൂടെ നിയമസഭയിലേക്ക് കാറിൽ സഞ്ചരിച്ച് ഞാൻ എൻ്റെ സ്വന്തം കാറിൽ എന്ന് പറയുന്ന പോലെ ഇവിടെ വന്ന് ഈ ബജറ്റ് സമ്മേളനത്തിൽ നിയമസഭയിൽ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ കാണുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ് എന്ന് പറയുന്നിടത്ത് ഒരു നാടിനെക്കുറിച്ച് സത്യത്തിൽ വാലന്റൈൻസ് ഡേ പ്രണയത്തിന്റെ ദിനമാണ്, പ്രണയിനികളുടെ ദിനമാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു നാടിനെ കുറിച്ചുള്ളൊരു പ്രണയം കൂടിയാണ്, ഒരു നാടിനോടുള്ള ഇഷ്ടം കൂടിയാണ് ഈ വാലന്റൈൻസ് ഡേയിൽ ഞങ്ങൾ വളരെ സ്പെഷ്യലായി പ്രേക്ഷകർക്ക് മുമ്പാകെ വെക്കുന്നത്. ഒരു നാട് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, എത്ര അഭിമാനത്തോടെ എത്രമേലൊരു നാടിനെ പ്രണയിക്കാം, ചേർത്തു പിടിക്കാം. ഞാൻ ഈ നാടിൻ്റേതാണ് അല്ലെങ്കിൽ എൻ്റേതാണ് ഈ നാട് എന്ന് പറയാൻ ലോകമെമ്പാടുമുള്ള മലയാളിക്ക് വലിയ അഭിമാനബോധത്തോടെ ഈ ഗുഡ് മോർണിംഗ് കേരളമൊക്കെ കണ്ട് ഈ നാട്ടിലെ മാറ്റങ്ങൾ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക്, മലയാളിക്ക്, നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് നിസ്സംശയം കഴിയും. അതിന് ഈ കാര്യങ്ങൾ ആകെ ഒന്ന് കോർത്തിണക്കി പറഞ്ഞു, അത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ.